ഹലോ ആദർശേട്ടാ. നീ എന്തെടുക്കുക? ഞാനിവിടെ ഇരിക്കുക ആദർശേട്ടാ, നമ്മുടെ ബെഡ്റൂമില്. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചില്ല എന്ന് മനസ്സിലായി. നീ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം. ഞാൻ പറയേണ്ടതെല്ലാം നിന്നോട് പറഞ്ഞല്ലോ. ആദർശേട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? നീ എന്റെ കാര്യം നോക്കണ്ട. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നെ സഹായിക്കാൻ ഇവിടെ കിരണും കല്യാണിയും പിന്നെ നമ്മുടെ നന്ദോക്കെ ഇല്ലേ. ഞാനിപ്പോഴേ ഒരു യാത്രയില്ല. ആ യാത്രക്കിടയിൽ നിന്നെ ശ്രദ്ധിക്കാൻ പറ്റാത്തോണ്ടല്ലേ നമ്മൾ ഒരുമിച്ച് ഇങ്ങോട്ട് വരണ്ടെന്ന് തീരുമാനമെടുത്ത്. ആദർശേട്ടൻ വെച്ചോ, എനിക്കൊന്നും പറയാനില്ല. അളിയ, ഞങ്ങൾ നിങ്ങളുടെ പണി തുടങ്ങി. നിങ്ങൾക്ക് ആറ്റിങ്ങിലും നെടുമങ്ങാടും ഒക്കെ ബ്രാഞ്ചുകളുണ്ട്. എന്നാൽ ട്രിവാൻഡ്രം സിറ്റിയിൽ ഒറ്റ ബ്രാഞ്ചല്ലേ ഉള്ളൂ. പക്ഷേ AN ജ്വല്ലറിക്കാര് ഇവിടെ തന്നെ മറ്റൊരു ബ്രാഞ്ച് കൂടി ഓപ്പൺ ചെയ്യാൻ പോവാ. AN ജ്വല്ലറി ഇപ്പോ സ്വർണ്ണം മാത്രമാണ് വെക്കുന്നത്. എന്നാൽ സ്വർണത്തിനൊപ്പം തന്നെ ഡയമണ്ടും കൂടി ഉൾപ്പെടുത്തി ഒരു ഷോറൂം അവർ ഓപ്പൺ ചെയ്യാൻ പോവാ. ഞങ്ങൾ മറ്റൊരു വഴിയിൽ അതിനുള്ളിലേക്ക് കയറാൻ പോവാണ്. പുതിയ ഷോറൂമിന്റെ ബിൽഡിംഗ് പണിത് ഞങ്ങളല്ല, പക്ഷേ ഇന്റീരിയർ വർക്ക് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവളാണ് അതിന്റെ മേൽനോട്ടം. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോകാൻ പോവാ. കമ്പനി നേരിട്ടാണോ നിങ്ങൾ ഈ വർക്ക് ഏൽപ്പിച്ചത്? അല്ല, ഞങ്ങളുടെ സൂപ്പർവൈസർ ഹരിയേട്ടനുണ്ടല്ലോ, അദ്ദേഹം വഴിയാ ഈ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. ആരാ ഈ ഡേവിഡ്? AN ജ്വല്ലറിയുടെ MD ആയ ഡേവിഡ് ഇത്ര പെട്ടെന്ന് ഗോൾഡ് ബിസിനസ്സിൽ എങ്ങനെയാ താഴ്ച വളർന്നത്? അതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ഈ ഡേവിഡ് നേരത്തെ ഗോൾഡ് ബിസിനസ് നടത്തിയിട്ടുണ്ടോ? അയാള് നാട്ടിൽ എവിടെയാണ് ജനിച്ചത് വളർന്നതൊക്കെ ഇതെല്ലാം അറിഞ്ഞു വെക്കണം. ചിലപ്പോ എന്റെ മുത്തശ്ശനുമായിട്ട് നേരത്തെ വിരോധമുള്ള ആളായിരിക്കും ഈ ഡേവിഡ്. അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൽപ്പെട്ട മറ്റാരെങ്കിലും. മുത്തശ്ശന്റെ സ്വഭാവം അറിയാലോ, തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാറില്ല. അവരെ തള്ളിക്കളയുകയും ശിക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും സംഭവം ഈ ഡേവിഡിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് അറിഞ്ഞു വെക്കണം. എടാ, അതൊക്കെ ഞങ്ങൾക്ക് വിട്ടാലേ. ഇന്ന് ഞങ്ങള് ഡേവിഡിനെ പോയി കാണും. അവിടെ വെച്ചിട്ട് അയാളെ പരമാവധി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ രണ്ട് കുടുംബക്കാരും തമ്മിൽ അടുപ്പുണ്ടോ എന്ന് അയാൾക്കറിയില്ലല്ലോ. അതിനുള്ള സാധ്യത ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങളുടെ പേര് പറഞ്ഞപ്പോ അയാൾ ഒരുപക്ഷെ ഇന്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ചും കൺസ്ട്രക്ഷനെ കുറിച്ചും ഒക്കെ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കി കാണും. അങ്ങനെ നോക്കിയാലും ഈ നഗരത്തിലെ നമ്പർ 1 കൺസ്ട്രക്ഷൻ കമ്പനി ഞങ്ങളുടേതല്ലേ. ഇന്റീരിയർ വർക്കിലും ഞങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് പിന്നെ മറ്റ് സംശയത്തിനൊന്നും ആവശ്യമില്ല. എന്നാ പിന്നെ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തു. എത്രയും പെട്ടെന്ന് നമ്മുടെ സംശയങ്ങൾ നീക്കണം. ഞാൻ ഇടയ്ക്ക് നയനെ വിളിച്ചിരുന്നു. അവൾ ആകെ സങ്കടത്തിലാട്ടോ. അവളെ പിരിഞ്ഞിരിക്കാൻ ഇപ്പൊ അമ്മയ്ക്ക് പറ്റുന്നില്ല. അമ്മയുടെ പരിചരണം ഏറ്റവും കൂടുതൽ വേണ്ട സമയം ഇത്. അതൊക്കെ ശരിയാണെങ്കിലും ആദർശേട്ടനെ കാണാതെ അവൾക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. എടാ അളിയ, അവളെ നിന്റെ അമ്മയും കുറച്ചു ദിവസം ഇവിടെ കൊണ്ടു നിർത്തിക്കൂടായിരുന്നോ? എന്തായാലും ഇറങ്ങി പുറപ്പെട്ടു. ഇനിയിപ്പോ അതേപ്പറ്റിയൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അതൊക്കെ അമ്മയും നയനയും കൂടി തീരുമാനിക്കട്ടെ. എടാ, എന്നാ പിന്നെ ഞങ്ങൾ ആ ബിൽഡിംഗിലേക്ക് പോയ ശേഷം നിന്നെ വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് കാണാം. ശരിടാ. ശരി, ആ ബുദ്ധി ചേർത്ത് പിടിക്കും. 7:30 എഴുതിക്കും. പിന്നെ ആ കോർണറിൽ ഒരു ചെറിയ എക്സ്റ്റൻഷൻ കൂടി വേണ്ടിവരും. ഈ വാളിലും കൂടെ നമുക്ക് കുറച്ച് ചേഞ്ചസ് കൊടുക്കാം. കിരൺ, ഞാനാണ് സർ. ഞാൻ ഡേവിഡ്. ഹലോ സർ. ഞങ്ങളുടെ GM ആണ് പറഞ്ഞത് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനിയെ കുറിച്ച്. അയാളോട് നിങ്ങളുടെ കമ്പനിയുടെ സൂപ്പർവൈസറാണ് സംസാരിച്ചത്. അവര് പരിചയക്കാരാ. അതറിയാം സർ. പിന്നെ അന്വേഷിച്ചപ്പോ ഇവിടുത്തെ ലീഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി നിങ്ങളുടെ ആണെന്ന് അറിഞ്ഞു. ഇത് വൈഫാണല്ലേ? അതെ, കല്യാണിയാ ഇന്റീരിയർ സെക്ഷൻ ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലായി. ഇന്റീരിയറിനൊക്കെ ഒരു വെറൈറ്റി വേണം. ഞങ്ങളുടെ ഐഡിയ വിശദമായി കല്യാണം വിളിച്ച് ഞാൻ അറിയിക്കാം. മാക്സിമം സ്പീഡിൽ തന്നെ കാര്യങ്ങൾ തീർക്കണം. എന്ന് വെച്ച് ക്വാളിറ്റി കോംപ്രമൈസ് പാടില്ല. അങ്ങനെ ഉണ്ടാവില്ല സർ. കിരൺ ബിസിനസ്സിൽ വിജയിച്ച ആളാണല്ലോ. അതുകൊണ്ട് പറയാ, ഈ വിഷുവോടെ കേരളം മൊത്തം എന്ന് പറയുന്നില്ല, എന്നാൽ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നമ്പർ 1 ആകാനാണ് ഞങ്ങളുടെ പ്ലാൻ. AN ജ്വല്ലറിയുടെ വളർച്ചയെ പറ്റിയൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ പത്രത്തിൽ വായിച്ചിരുന്നു. ജ്വല്ലറി രംഗത്ത് വലിയ മനസ്സിലായില്ലാതെ ഏകപക്ഷീയമായ ഒരു പോക്കായിരുന്നു. മൂർത്തീസ് ജ്വല്ലറിയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. എന്നാൽ ഇപ്പൊ ഗൾഫിൽ ഞങ്ങൾ നമ്പർ 1. മുംബൈയിലും അങ്ങനെ തന്നെ. എങ്കിലും നമ്മുടെ നാടിലാണ്. അപ്പോ ഇവിടുത്തെ വിജയത്തിന് മധുരം കൂടും. ഇവിടെ ഞങ്ങൾ ഡയമണ്ടാ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ല സാർ, ഈ ബിസിനസ്സിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ ദുബൈയിലാണെന്ന് പറഞ്ഞല്ലോ. അവിടെ ചെറിയ രീതിയിൽ തുടങ്ങിയതാ. സ്വർണവും വെള്ളിയൊക്കെ കുതിച്ചു ചാടുന്നത് കണ്ടപ്പോ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് അത് വിജയിക്കുകയും ചെയ്തു. ഏതായാലും സാറിനെ കണ്ടതല്ലേ, നമുക്കൊരു സെൽഫി എടുക്കാം. ഓ യെസ്. എന്തായാലും കിരണിന്റെയും കല്യാണിയുടെയും ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കല്യാണി ഡിസൈനർ ആയതുകൊണ്ട് നേരിട്ട് വരുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും ഇത്രയും വലിയ വർക്കുകൾ ഏറ്റെടുക്കും. പക്ഷെ പലരും MD ആയി കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ഇറങ്ങത്തില്ല. അവിടെയാ നിങ്ങൾ രണ്ടും വ്യത്യസ്തരാകുന്നത്. ഞാനും ഇങ്ങനെ തന്നെയാ. നേരിട്ട് പോകുന്നിടത്ത് പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. സാറേ, ഈ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണം വിറ്റ അത് മുതലാവോ? മുതലാവോന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ കുറച്ച് സ്വർണം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണിക്കൂലി ഒന്നും ഒരു പ്രശ്നമല്ല. സ്വർണത്തിന് വില കൂടുമ്പോൾ പണിക്കൂലിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും പലരും ചെറിയ തോതിലെങ്കിലും പണിക്കൂലി ഈടാക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ മൊത്തം സൗജന്യമായിട്ട് കൊടുക്കുക. ഞങ്ങൾക്ക് സ്വർണത്തിന്റെ വില മാത്രം മതി. എന്നാൽ സ്വർണം 10 മാറ്റമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ പറ്റിയത്. പിന്നെ US കമ്പനിയുടെ ഒരു വലിയ ഡീൽ കിട്ടി. അതോടെ ഞങ്ങളുടെ ഷെയർ കുതിച്ചു. സർ, ഈ അടുത്ത സമയത്ത് വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങള് മൂർത്തി ജ്വല്ലറിയാ പോയത്. സ്വർണ്ണമൊക്കെ 916. പക്ഷെ പണിക്കൂലി ഉണ്ടല്ലോ സാറേ, കണ്ണ് തള്ളിപ്പോയി. ഇനി അങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ നേരെ AN ജ്വല്ലറിയിലേക്ക് പോരെ. പണിക്കൂലി മാത്രമല്ല, മറ്റ് അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്തുതരാം. ഇനി ഞങ്ങൾ അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് വർക്ക് എന്ന കമ്പനിയോട് ഞങ്ങൾ കൂറ് കാണിച്ചിരിക്കും. എന്നാ പിന്നെ നിങ്ങളുടെ പണി നടക്കട്ടെ. ഓക്കെ, താങ്ക്സ്. നയന മോള് ഭക്ഷണം കഴിക്കാൻ വന്നില്ലല്ലോ ഏട്ടത്തി. വലിയ ക്രൂരതയാണ് എല്ലാവരും കൂടി കാണിച്ചത്. ഈ സമയത്ത് മോളെ ഇങ്ങനെ വിഷമിപ്പിക്കണ്ടായിരുന്നു. നിർത്തി. നിന്റെ മനസ്സിലെന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നിന്റെ മരുമോൾ ഒരുത്തി അച്ഛന്റെ മുന്നിൽ നിന്ന് കയർത്ത് സംസാരിക്കുന്നുണ്ടല്ലോ. അവളുടെ നാവടപ്പിക്കാനും നിന്റെ മകനെ വീണ്ടും ജയിലിൽ അടപ്പിക്കാനും എനിക്ക് നന്നായിട്ട് അറിയാം. അതിനുള്ള അവസരം നീയും നിന്റെ മകനും കൂടി ഉണ്ടാക്കരുത്. ഇങ്ങോട്ടിരുന്നമ്മേ. മോളെവിടെ? വന്നില്ലമ്മേ. ഞാൻ ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിച്ചു. എന്തിനാ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നത്? ഇവിടെ ഇരുന്ന് വിശാലമായിട്ട് കഴിച്ചൂടെ? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? മോളെ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിക്കുക വേണ്ടത്. ആരായാലും വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. ആദർശിന്റെ ഭാഗത്തെ വീഴ്ചകൾ മനസ്സിലാക്കണം. ആദർശ് പോയപ്പോ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ നയന പോണ്ടാന്ന്? അച്ഛനെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആദർശിനൊപ്പം പോയാല് മോളെ ആര് നോക്കും? മറ്റുള്ളവർ സംരക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോഴാണ് ഇത്തരം ചിന്തകളൊക്കെ ഉണ്ടാകുന്നത്. പറക്കമുറ്റുന്നതിന് മുൻപേ തന്നെ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുട്ടികളെ നോക്കി
ഇവരിനി എങ്ങനെ ജീവിക്കുമെന്ന് പറയുന്നവരുണ്ട്. എന്താ അവര് ജീവിക്കുന്നില്ലേ? എന്തിനും ഓരോരോ ന്യായീകരണങ്ങളുണ്ട്. എന്നു മുതലാ ഇദ്ദേഹത്തിന്റെ മനസ്സ് ഇത്ര പരുക്കനായെന്ന് മനസ്സിലാവുന്നില്ല. ഷേ, അച്ഛന്റെ അടുത്ത് അമ്മ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അമ്മയ്ക്കൊന്ന് നിയന്ത്രിച്ചൂടെ? ആൾക്കാരെ തമ്മിൽ തല്ലിക്കാൻ ഒരു അവസരം കിട്ടിയാ അത് പാഴാക്കി കളയരുത് കേട്ടോ. അവള് പറയട്ടമ്മേ, പറഞ്ഞ് അവളുടെ മകന്റെ ജീവിതം തന്നെ തകർക്കട്ടെ. ഞാൻ പോയി മോളെ വിളിച്ചോണ്ട് വരാം. അപ്പോ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നില്ലേ ഏട്ടത്തി? എന്ത് വേണോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛാ, എന്നെ എന്റെ മോനെയും വെറും വീട്ടു ജോലിക്കാരാക്കുക. അതിനപ്പുറം എന്ത് യോഗ്യതയാണ് നിനക്ക് നിന്റെ മോനുള്ളത്? നിന്റെ മോനെ കൂലിപ്പണിക്ക് പറഞ്ഞു വിടാൻ വേണ്ടത്. ഒരു കടയിലോ ഒരു ബിസിനസ് സ്ഥാപനത്തിലോ നിന്റെ മോനെ കയറ്റിവിടാൻ പറ്റത്തില്ല. കയറ്റിവിട്ട് അവൻ കാക്കും. കൂലിപ്പണിക്ക് പോകുമ്പോ അതിന് പറ്റില്ലല്ലോ. ആര് തെറ്റ് ചെയ്താലും ശിക്ഷ ഒരുപോലെയാണ്. അവൻ പിന്നെ മറ്റുള്ളവരുടെ തണലിൽ ജീവിച്ച് സുഖം കണ്ടുപോയി. അതുകൊണ്ട് തല്ലി ഇറക്കിയാലും പോവില്ല. എന്താടി, നിനക്കൊന്നും പറയാനില്ലേ? ഞാനത് പറയാനാ. ജോലി ചെയ്ത് മടുത്തെങ്കിൽ നിനക്ക് ഇറങ്ങിപ്പോവാം. മോർട്ടീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നീയും ഒരു അംഗമാണ്. നിനക്ക് നിന്റെ മോനുമൊക്കെ അതിന്റെ ഒരു വിഹിതം കിട്ടുന്നുണ്ട്. അതിനെന്തെങ്കിലും ജോലി ചെയ്യണ്ടേ? ജയിലിൽ കിടക്കുന്ന ജയിൽ പുള്ളിക്ക് ഒരു വേതനം. അതുപോലെ തന്നെ നീയും അതിനെ കണ്ടാ മതി. വയസ്സ് 10-75 ഇങ്ങേർക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. എന്തായാലും അതുകൊണ്ട് ഒരുത്തനങ്ങ് പുറത്തായിരുന്നു. മോളെ ആദർശ് വിളിച്ചായിരുന്നോ? ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. മോൾക്ക് താഴെ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ട്. മുത്തശ്ശൻ മോളെ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞു. എനിക്കൊന്നും വേണ്ട അമ്മ. മോളെ ആദർശിന്റെ അടുക്കല് മോളെ കൊണ്ടുവിടണമെങ്കിൽ കൊണ്ടുവിടാം മോളെ. അതിനെന്തിനാ എന്റെ മോള് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? ആദർശ് പോകുന്ന സമയത്ത് എന്നോട് പ്രത്യേകം പറഞ്ഞതാ മോളുടെ ആരോഗ്യം നോക്കണമെന്ന്. ആഹാരം മരുന്നൊക്കെ കൃത്യസമയത്ത് കഴിപ്പിക്കണമെന്നാ അവൻ പറഞ്ഞിരിക്കുന്നത് തന്നെ. മോളിനി വെറുതെ എന്നെ സങ്കടപ്പെടുത്തല്ലേ. എല്ലാം ശരിയാവും മോളെ. അവന്റെ മുത്തശ്ശിനെ പോലെ തന്നെ അവനും വാശിച്ചിരി കൂടുതലാ. അവന് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടായിരിക്കും മോളെ പോയിരിക്കുന്നത്. ഞാൻ ആദർശന്റെ കാര്യം ഓർത്തിട്ടല്ല സങ്കടപ്പെടുന്നത്, മുത്തശ്ശന്റെ കാര്യം ഓർത്തിട്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുത്തശ്ശൻ. പെട്ടെന്നെന്തോ മുത്തശ്ശന്റെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വന്നതുപോലെയുണ്ട്. ആദർശേട്ടന്റെ പിഴവ് കൊണ്ട് ബിസിനസ് തകർന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. എന്നാ അവിടെ ആദർശന്റെ ഒരു പെൺകുട്ടി തന്ത്രപൂർവ്വം കുടിക്കുന്നല്ലേ. മോളെ അങ്ങനെ ചതി പറ്റൂന്ന് അവനെ മുത്തശ്ശൻ ഒരുപാട് തവണ ഓർമ്മിപ്പിച്ചതാ മോളെ. എന്നിട്ടും അവൻ അങ്ങനെ പറ്റിയതാ മുത്തശ്ശനെ ദേഷ്യം പിടിപ്പിച്ചത്. ഇനിയിപ്പൊ അതേപ്പറ്റി ഒന്നും മോൾ ഓർക്കണ്ട. മോള് വാ ഭക്ഷണം കഴിക്കാം. എങ്ങനെയുണ്ട് അച്ഛാ കറികളൊക്കെ? പോരാ. അച്ഛന് ഇഷ്ടപ്പെട്ടതൊക്കെയാ ഉണ്ടാക്കിയത്. എനിക്ക് മാത്രമായിട്ട് ഒരു ഇഷ്ടമില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി. താൻ എന്താ കഴിക്കാത്തത്? മോള് വരട്ടെ. മോളെ ഈ സമയത്ത് പട്ടിണി കിടക്കരുത് കേട്ടോ. മോളിരിക്കെ. മോക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ആദർശൻ എന്തെങ്കിലും കഴിച്ചു കാണോ മുത്തശ്ശി? അവൻ വിശന്നിരിക്കുന്നവനല്ല. സമയത്തിന് കഴിക്കാൻ അവൻ അറിയാം. അങ്ങനെയൊന്നും പറയണ്ട. വീട്ടിനകത്ത് ആർക്കെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ ആ മറ്റുള്ളവര് കഴിക്കാതെ ഒന്നും കഴിക്കാറില്ല. ഇവിടെ ആരും ആഹാരം കഴിക്കുന്നില്ലെന്ന് അവരോട് വിളിച്ചു പറയാതിരുന്നാ മതി. പ്രത്യേകിച്ച് മോള്. ഇതെന്താ അച്ഛന് പറ്റിയത്? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ അച്ഛൻ. ഇത്രയും പരക്കാൻ അവൻ അച്ഛൻ ഒരിക്കലും കഴിയില്ലല്ലോ. നിങ്ങളൊക്കെ കഴിക്കാനാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ കഴിക്കേ. ഒരാൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ബാക്കിയുള്ളവർ കഴിക്കാതിരിക്കുന്നത് കണ്ടാൽ പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടാ. കഴിക്കുമോളെ. എന്നാലും എങ്ങനെ കഴിഞ്ഞിരുന്ന വീടാ ഇപ്പൊ ഇതൊരു മരണ വീട് പോലെയായി. നീ നിന്റെ മോനെയും വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങി പോയാ മതി. അപ്പൊ ഈ വീട് നേരെയാവും. ഒരുത്ത വീട് വിട്ട് പോയ ശേഷം കിളവിക്കാണ് ഭയങ്കര തിളപ്പ്. ഇനി കഴിച്ചു കഴിഞ്ഞ് നിന്നെ വിളിക്കാം പാത്രങ്ങൾ എടുക്കാൻ. നീ പോയിക്കോ. അയ്യോ, ഞാൻ പോയേക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടുത്തെ അടുക്കളക്കാരിയാണല്ലോ. മതിയാക്കിയോ? ഇപ്പൊ അകത്തോട്ടൊരുത്തി പോയില്ലേ? അതുപോലെ എന്നെ എല്ലാവരും കാണുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അച്ഛനിത് വല്ലാത്തൊരു മാറ്റമാണല്ലോ അമ്മേ. ബിസിനസ് താഴോട്ട് പോയതോടെ സമനില തെറ്റിന്നാ തോന്നുന്നേ. പക്ഷേ കുടുംബവും ബിസിനസ്സും ഒരുപോലെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളല്ലേ അച്ഛൻ. പണത്തിനും പദവിക്കും ഒപ്പം കുടുംബവും പ്രധാനമാണെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താ പറ്റിയത്? ഒന്നും അറിയില്ല മോളെ.